നമസ്കാരം, ഞാൻ ദീപ്തി. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസൽ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. ബാറിൽ നിയമവഴി. ബാർ കോഴ ആരോപണത്തിൽ മന്ത്രിമാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാമെന്ന് ലോകായുക്ത. നിയമ നടപടി വേണ്ടത് ബിജു രമേശിന്റെ രഹസ്യമൊഴിയിൽ. മന്ത്രിമാർക്കെതിരെ തെളിവുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടെന്നും ലോകായുക്ത. ജൂൺ 22-നകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ലോകായുക്ത. നിയമ നടപടി സ്വീകരിക്കുമ്പോൾ സുപ്രീം കോടതി നിർദ്ദേശം പാലിക്കാനും ലോകായുക്ത നിർദ്ദേശം. ബാബുവിനെതിരെ പ്രത്യേക അന്വേഷണം വേണ്ടെന്ന് വിജിലൻസ് തീരുമാനം വന്നത് ഇന്നലെ. KM മാണിക്കെതിരെ നടത്തിയ ആരോപണങ്ങൾ മാത്രമാണ് രഹസ്യമൊഴിയിലുള്ളതെന്ന് വിജിലൻസ്. ലോകായുക്ത നിർദ്ദേശത്തിൽ വിജിലൻസ് തീരുമാനം പുനഃപരിശോധിക്കേണ്ടിവരും. രാജിയിൽ തർക്കം മൂക്കുന്നു. ബാർക്കോഴ ആരോപണത്തിൽ രാജിവയ്ക്കാൻ മടിയില്ലെന്ന് എക്സൈസ് മന്ത്രി കെ ബാബു. മാണിക്കും മറ്റു മന്ത്രിമാർക്കും രണ്ട് നീതിയെന്ന ആരോപണത്തോട് പ്രതികരിക്കാനില്ലെന്നും ബാബു. ആരോപണം തെളിഞ്ഞാൽ നടപടിയെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. ആരെയും ബലിയാടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കുറ്റക്കാരെന്ന് കണ്ടാൽ നിയമപരമായും രാഷ്ട്രീയപരമായും നടപടിയെടുക്കുമെന്നും സുധീരൻ. സർക്കാരിനുമേൽ അഴിമതിയുടെ കരിനിഴലെന്ന് കോൺഗ്രസ് വക്താവ് അജയ് തറയിൽ. സോളാർ, ബാർക്കോഴ വിഷയങ്ങൾ സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തി. ബാബുവിനെതിരെ കേസെടുക്കാത്ത നടപടി പക്ഷപാതപരമെന്ന് VS. സർക്കാർ തെറ്റുതിരുത്താൻ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ്. രാഹുലിന് യാത്രാരസം. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി കേദാർനാഥിൽ. ഇന്നലെ ഡെറാഡൂണിലെത്തിയ രാഹുൽ മല കയറിയത് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത്, കോൺഗ്രസ് നേതാക്കളായ കിഷോർ ഉപാധ്യായ, അംബിക സോണി എന്നിവർക്കൊപ്പം. കേദാർനാഥിലെത്തിയത് 16 കിലോമീറ്റർ നീണ്ട കാൽനട യാത്രയ്ക്ക് ശേഷം. 2013-ലെ പ്രളയത്തിൽ തകർന്ന താഴ്വരയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും പുതിയ സീസണിലേക്കുള്ള ഒരുക്കങ്ങളും രാഹുൽ പരിശോധിക്കും. 58 ദിവസം നീണ്ട അവധി കഴിഞ്ഞെത്തിയ രാഹുൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവം. കേദാർനാഥ് സന്ദർശിക്കാനുള്ള ഉപാധ്യക്ഷന്റെ തീരുമാനം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടെന്ന് വിലയിരുത്തൽ. ലോക്സഭയിൽ മടങ്ങിയെത്തിയ രാഹുൽ പ്രധാനമന്ത്രിക്കെതിരെ നടത്തിയത് രൂക്ഷ വിമർശനങ്ങൾ. ഭൂമി ഏറ്റെടുക്കൽ ഭേദഗതി ബില്ലിനെതിരെ പ്രതിപക്ഷ പ്രക്ഷോഭത്തിന് ചുക്കാൻ പിടിക്കുന്നതും രാഹുൽ. രണ്ടാം ജയം തേടി ബാംഗ്ലൂർ. IPL-ൽ ഇന്ന് രാജകീയ പോരാട്ടം. രാജസ്ഥാൻ റോയൽസ് ബാംഗ്ലൂർ റോയൽ ചാലഞ്ചേഴ്സ് മത്സരം രാത്രി 8-ന് അഹമ്മദാബാദിൽ. കഴിഞ്ഞ മത്സരങ്ങളിൽ പരാജയപ്പെട്ട ഇരു ടീമുകളും വിജയപ്രതീക്ഷയിൽ. ബുധനാഴ്ച നടന്ന മത്സരത്തിൽ ചെന്നൈക്കെതിരെ ബാംഗ്ലൂരിന്റെ പരാജയം 27 റൺസിന്. പഞ്ചാബിനെതിരെ രാജസ്ഥാന്റെ തോൽവി സൂപ്പർ ഓവറിൽ. രാജസ്ഥാൻ നിരയിൽ കരുത്തായ ഓപ്പണർ ഷെയ്ൻ വാട്സണും അജിങ്ക്യ രഹാനെയും. മധ്യനിരയിൽ പ്രതീക്ഷ നൽകി ദീപക് ഹൂഡ. ബൌളിംഗിൽ തിളങ്ങാൻ ജെയിംസ് ഫോക്നർ. സീസണിൽ ബാംഗ്ലൂരിനെ വലച്ച് ബൌളിംഗ് നിര. മിച്ചൽ സ്റ്റാർക്ക് ഒഴികെയുള്ള താരങ്ങൾ മോശം ഫോമിൽ. ബാറ്റിംഗിൽ ക്രിസ് ഗെയിൽ തിരിച്ചെത്തിയേക്കും. ബാംഗ്ലൂർ പ്രതീക്ഷ നായകൻ വിരാട് കോഹ്ലിയിൽ. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസൽ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.